എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞ ഈ സന്തോഷ വാർത്ത? നമ്മുടെ CSEBയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഇന്നലെയാണ് നോട്ടിഫിക്കേഷൻ ഡേറ്റ്. അവസാന തീയതി ജൂൺ 30 2026. അപ്പം കൃത്യമായി പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ഇനി നന്നായി പഠിച്ചാൽ പോലും നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഇനി നിങ്ങൾ കൃത്യമായി ഒരു ടൈം ടേബിൾ പ്രകാരം പഠിച്ചാൽ തന്നെ നമുക്ക് ഈ CSEB എക്സാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം നോട്ടിഫിക്കേഷൻ സംബന്ധമായ കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം, ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ CSEBയുടെ സൈറ്റിൽ കയറുക, നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെയും CSEB എക്സാം എഴുതിയിട്ടില്ല, ഞങ്ങൾക്ക് BCom കോർപ്പറേഷൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എഴുതാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷകൾ CSEBയുടെ സൈറ്റിൽ കയറുക, നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്, അതിലേക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, നമ്മുടെ ഫോൺ നമ്പർ യൂസ് ചെയ്യുക. ഇനി നമുക്കത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് OTP വരും. ആ OTP വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രൊഫൈലിലോട്ട് പോകാൻ പറ്റും. പ്രൊഫൈലിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ആപ്ലിക്കേഷൻസ്, നോട്ടിഫിക്കേഷൻസ് കാണിക്കും. ഈ നോട്ടിഫിക്കേഷനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റും. ഒരു ബാങ്ക് വെക്കുന്നതിന് 150 രൂപയും എക്സ്ട്രാ ഓരോന്ന് വെക്കുന്നതിന് 50 രൂപയും പിന്നെ GSTയുമാണ് നമ്മൾ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 30/5/2026 ആയിരുന്നു. ഓൺലൈനായി അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 30 ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം നമ്മൾ സൈറ്റിലൂടെ അപേക്ഷ അയക്കുക. അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ അവർ സ്ക്രൂട്ടണി ചെയ്തതിന് ശേഷം എക്സാമിൻ്റെ ഡേറ്റ് വരുന്നതിന് ഒരാഴ്ച മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സാം സെൻറ്ററിൽ പോയി എഴുതിയാൽ മതി. സെക്രട്ടറി തസ്തിക, അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തിക എല്ലാം തന്നെ ഓൺലൈൻ എക്സാമുകളാണുള്ളത്. തിരുവനന്തപുരത്തും കണ്ണൂരും ഒക്കെയാണ് അതിൻ്റെ ഓൺലൈൻ എക്സാം സെൻറ്ററുകളുള്ളത്. നമുക്ക് നോക്കാം എത്രയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത്. വേക്കൻസികൾ വിളിച്ചത് എത്രയാണെന്ന് നോക്കാം. ജൂനിയർ ക്ലർക്ക് തസ്തികയ്ക്കെല്ലാം OMR പരീക്ഷയും ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലും ഓൺലൈൻ എക്സാമുകളുമാണ് ഉള്ളത് കേട്ടോ, അതും കൂടി ഓർത്തിരിക്കുക. അതിനുശേഷം ഇനി നോക്കിക്കേ, വളരെ നല്ലൊരു തസ്തികയാണ്. ബാങ്ക് മാനേജറിന്റെ പൊസിഷനിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന തസ്തികയാണ് സെക്രട്ടറി. അധികം പാടൊന്നുമില്ല, കട്ട് ഓഫ് തീരെ കുറവാണ്. ക്ലർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷനും കുറവുള്ളതാണ് തസ്തികയാണ് സെക്രട്ടറി. സെക്രട്ടറിയുടെ 3 ഒഴിവുകളാണുള്ളത്. സെക്രട്ടറിയുടെ 3 ഒഴിവുണ്ട്. ഈ സെക്രട്ടറിക്ക് കോമ്പറ്റീഷൻ കുറയാനുള്ള മെയിൻ കാരണം ഡിഗ്രിക്ക് മിനിമം 50% കൂടുതൽ മാർക്കുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നോക്കാം, കാറ്റഗറി നമ്പർ 16/2026 ചീഫ് അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് 2 വേക്കൻസി ഉണ്ട്. ഇനിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന ജൂനിയർ ക്ലർക്കിന്റെ തസ്തിക. നോക്കിക്കേ, സൂപ്പർ ഗ്രേഡ് ബാങ്ക് 17/2026 സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിൽ 37 ഒഴിവുകളാണുള്ളത്. സൂപ്പർ ഗ്രേഡ് ബാങ്കിൽ എത്ര ഒഴിവുണ്ട്? 37 ഒഴിവുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കേ, 18/2026 സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളിലാണെങ്കിൽ 74 ഒഴിവുണ്ട്. 74 ഒഴിവ്. എപ്പോഴും ആലോചിക്കുക, ഒരാൾക്കൊരു വേക്കൻസി മതി, ഇതിൽ ഒരെണ്ണം മതി നിങ്ങൾക്ക്. അതുപോലെ തന്നെ ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്കിന്റെ 11 ഒഴിവുകളുണ്ട്. 11 ഒഴിവാണുള്ളത്. അവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ് ഒഴിവുകൾ. അപ്പോൾ 74 ഒഴിവുണ്ട് ഇവിടെ. സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളിൽ 74 ഒഴിവുണ്ട്. അങ്ങനെ ടോട്ടൽ 127ഓളം ഒഴിവുകളുണ്ട്. പിന്നെ ഇതിനകത്ത് അയക്കാൻ പറ്റുന്നവർ അയക്കുക. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 2 ഒഴിവുകൾ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 4 ഒഴിവുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ആസ്പദമാക്കി കൃത്യമായ ടൈം ടേബിളോട് കൂടിയാണ് മാസ്റ്റർ കീ അക്കാഡമിയിലെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളെ കോർപ്പറേഷനിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ചധികം ഭാഗങ്ങളുണ്ട്. പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ICAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫോറിൻ കോർപ്പറേഷനിലെ ചില ഭാഗങ്ങൾ, അതായത് ചില ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട്, ജർമ്മനി, ഡെൻമാർക്ക് തുടങ്ങിയ ഭാഗങ്ങൾ. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നും കൃത്യമായ ക്ലാസ്സുകളും ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് വരാവുന്ന എന്തെല്ലാം ചോദ്യങ്ങളുണ്ടോ അതെല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുള്ള കൃത്യമായ ടൈം ടേബിളുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലോയുടെ ഭാഗത്തായാലും ലോയുടെ ഭാഗത്തു നിന്ന് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കുന്നതാണ്. ഇലക്ഷൻ ഫീസ് ചോദിക്കും. റൂൾ 59 ചോദിക്കാറുണ്ട്. സ്ഥിരം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഓരോന്നും നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും.
സിലബസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങളിൽ എന്ത് വന്നു, അതിലെ ആ ചോദ്യപേപ്പറിൽ നിന്നും നമ്മൾ എന്തെല്ലാം കണക്റ്റഡ് കാര്യങ്ങൾ പഠിക്കാമോ അതെല്ലാം പഠിച്ച് അതിൻ്റെ മാക്സിമം എക്സാമുകളും എഴുതിയാണ് മാസ്റ്റർ കെ അക്കാഡമിയിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ലോയുടെ കാര്യമായാലും ലോയുടെ അല്ല അക്കൗണ്ടിങ്ങിൻ്റെ ആയാലും കോസ്റ്റിങ്ങിൻ്റെ ഭാഗത്തായാലും ഇപ്പോൾ PV റേഷ്യോ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് അക്കൗണ്ടിങ്ങിൽ. ദെൻ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം, അതൊക്കെ ഉറപ്പായും വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ ഇത്രാമത്തെ ചോദ്യമെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ബാങ്കിങ്ങിലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ്, അതുപോലെ തന്നെ NI ആക്ടിലെ ചില സെക്ഷനുകൾ, ഇതെല്ലാം തന്നെ എന്താണ് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി പഠിക്കുക. എന്ത് വരും എന്നറിഞ്ഞ് നമ്മൾ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ടത് അക്വയർ ചെയ്യാനായിട്ട് പറ്റും, ഈ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. കൂടുതൽ പരീക്ഷകൾ എഴുതുക, മോഡൽ എക്സാമുകൾ എഴുതുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾ എഴുതുക. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. നമുക്കൊരാളുടെ ഗൈഡൻസോട് കൂടി പഠിക്കുമ്പോൾ നമുക്ക് ഒരാൾ പറഞ്ഞു തരാനുള്ളപ്പോൾ സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളെ ഒരാൾ പുഷ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലെവലിൽ എത്താനായിട്ട് പറ്റും. അതുകൊണ്ട് എത്രയും വേഗം തന്നെ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, കൃത്യമായി പഠിക്കുക, കൃത്യമായി ടൈം ടേബിളിൽ തന്നെ പഠിച്ചു പോകാൻ നോക്കുക, കൃത്യമായ എക്സാമുകൾ എഴുതുക. ഓക്കെ, മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് വീണ്ടും കാണാം.